أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഒരാള് 100 തസ്ബീഹ് ചൊല്ലി സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ് 100 പ്രാവശ്യം ചൊല്ലിയാൽ അയാൾക്ക് ലഭിക്കുന്നതായ പ്രതിഫലത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ഒരു ഹദീസിനെ കുറിച്ചാണ് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഇരിക്കുമായിരുന്നു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, അയഅജിസു അഹദുക്കും അയക്സിബ ഫീ കുല്ലി യൗമിൻ അൽഫ ഹസനത്തിൻ, നിങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ ദിവസവും 1000 സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയാണ്. ഫസഅലഹു സായിലും മിൻ ജുലസാഇഹി, അപ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചു, കൈഫ യക്സിബു അൽഫ ഹസന, എങ്ങനെയാണ് നബിയെ ഓരോ ദിവസവും 1000 സൽക്കർമ്മങ്ങൾ ചെയ്യുക? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുസബ്ബിഹു മിഅത തസ്ബീഹത്തിൻ, 100 തസ്ബീഹ് ഒരാൾ ചൊല്ലിയാൽ, ഉദാഹരണം സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ് 100 പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ ഫയുക്തബു ലഹു അൽഫു ഹസനത്തിൻ, അയാൾക്ക് 1000 നന്മകൾ ചെയ്തതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ്, എഴുതപ്പെടുന്നതാണ്. ഔ യുഹത്തു അൻഹു അൽഫു ഖതിയത്തിൻ, അല്ലെങ്കിൽ അയാൾക്ക് 1000 ദോഷങ്ങൾ മായ്ക്കപ്പെടുന്നതാണ്. എത്ര വലിയ നേട്ടമാണ്! സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ് ഒരാൾ 100 പ്രാവശ്യം ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അയാൾക്ക് കൊടുക്കുന്ന നേട്ടം ഒന്നിരിക്കലോ അല്ലാഹു സുബ്ഹാനഹു തആല 1000 നന്മകൾ ചെയ്തതിന്റെ പ്രതിഫലം അയാൾക്ക് കൊടുക്കും. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല 1000 ദോഷങ്ങൾ അയാളിൽ നിന്ന് മായ്ക്കപ്പെടുന്നതാണ്. വലിയ നേട്ടമാണ് സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ്. നമ്മളെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നിത്യമാക്കുക, അല്ലെ? 100 ചൊല്ലാൻ വലിയ പ്രയാസമൊന്നുമില്ല. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ 33 പോലെ ചൊല്ലാറുണ്ട്, കിടക്കുമ്പോഴും ഒരു 33 ചൊല്ലാറുണ്ട്. ഇതൊക്കെ കൂട്ടിയാൽ 100-നേക്കാൾ കൂടുതലാകുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള നല്ല നല്ല ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതായ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ, തസ്ബീഹുകൾ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.